ഹലോ ഹായ് നമസ്കാരം. നോളജ് വ്ലോഗറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 1.5 When a glass rod is rubbed with a silk cloth, charges appear on both. ശരിയല്ലേ? നമ്മളൊരു ഗ്ലാസ് റോഡ് എടുത്തിട്ട് നമ്മളൊരു സിൽക്ക് ക്ലോത്ത് റബ്ബ് ചെയ്യണം. നമ്മൾ ചെറിയ ക്ലാസ്സിലെ തുടങ്ങി പഠിക്കുന്നതാണ്. റബ്ബ് ചെയ്യുകയാണെങ്കിൽ ഒരാൾ എന്ത് ചെയ്യും? ഇലക്ട്രോൺസിനെ റോഡാണെങ്കിൽ ഗ്ലാസ് റോഡാണെങ്കിൽ ഇലക്ട്രോൺസിനെ എന്ത് ചെയ്യും? ഷെയർ ചെയ്യും. അവർ എന്ത് ചെയ്യും? വിട്ടുകൊടുക്കും. ആ ഇലക്ട്രോൺസിനെ ആര് മേടിക്കും? നമ്മള് സിൽക്ക് എന്ത് ചെയ്യും? മേടിക്കും. അപ്പോൾ റോഡിന് എന്ത് ചാർജ് കിട്ടും? പോസിറ്റീവ് ചാർജ് കിട്ടും. സിൽക്കിന് എന്ത് ചാർജ് കിട്ടും? നെഗറ്റീവ് ചാർജ് കിട്ടും. A similar phenomena is observed with many other pairs of body. ഇതുപോലെ നമ്മൾ പല പേയേഴ്സിനെ നമ്മൾ സ്കെയിലൊക്കെ വെച്ചിട്ട് ചെറിയ ക്ലാസ്സിൽ തുടങ്ങി ചെയ്യുന്നതാണ്. നമ്മൾ ഹെയറിൽ റബ്ബ് ചെയ്തിട്ട് പേപ്പർ പീസസിനെ അട്രാക്ട് ചെയ്യാൻ നോക്കും. അപ്പൊ അത് അട്രാക്ട് ചെയ്യും. കാരണം റബ്ബ് ചെയ്യുമ്പോൾ തന്നെ അത് എന്തായി? ഒരു ചാർജ്ഡ് ബോഡി ആയി പോയി. അപ്പൊ ചാർജ്ഡ് ബോഡി മറ്റു ബോഡീസിനെ എന്ത് ചെയ്യും? അട്രാക്ട് ചെയ്യും. അങ്ങനെ നമ്മൾ കണ്ടിട്ടുണ്ട്. പിന്നെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? അപ്പൊ നമ്മൾ ഒരുപാട് അതുപോലത്തെ കേസസ് ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. എക്സ്പ്ലെയിൻ ഹൗ ദിസ് ഒബ്സർവേഷൻ ഈസ് കൺസിസ്റ്റന്റ് വിത്ത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. ഇത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി ആയിട്ട് എങ്ങനെയാണ് കൺസിസ്റ്റന്റ് ആവുന്നത്? അതായത് ഇത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി ഒബേ ചെയ്യുന്നു എന്ന് എങ്ങനെ പറയാൻ പറ്റും? കൺസർവേഷൻ ഓഫ് എനർജി നമ്മൾ പറയുമ്പോൾ ഇപ്പോഴും ഇതിനെ പറയാം. കൺസേർവ്ഡ് ആണെന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താണ്? ഒരു പ്രോസസ്സ് നടക്കുന്നതിന് മുമ്പും നടത്തതിന് ശേഷവും അതിന്റെ ഉള്ളിൽ നമ്മൾ പറയുന്ന പ്രോപ്പർട്ടി അല്ലെങ്കിൽ ക്വാണ്ടിറ്റി സെയിം ആണെങ്കിൽ നമുക്ക് പറയാം അത് കൺസേർവ്ഡ് ആണ്. ഇവിടെ അവർ ചോദിച്ചിരിക്കുന്നത് കൺസർവേഷൻ ഓഫ് ചാർജ് ആണ്. അപ്പൊ ചാർജ് കൺസേർവ്ഡ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് റബ്ബ് ചെയ്യുന്നതിന് മുമ്പുള്ള അതിന്റെ ചാർജും റബ്ബ് ചെയ്തതിന് ശേഷം അവിടുത്തെ നെറ്റ് ചാർജും എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? കൺസേർവ്ഡ് ആണ്. നമുക്ക് നോക്കാം. നമുക്കൊരു റോഡ് എടുക്കാം. അപ്പൊ ഇവർ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഒരു ഗ്ലാസ് റോഡാണ്. അതെന്ത് ചെയ്തിട്ടുണ്ട്? ഒരു സിൽക്കുമായിട്ട് വരയ്ക്കാം. സിൽക്ക് ഒരു സിൽക്കാന്ന് വിചാരിക്കുക. സിൽക്കുമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? റബ്ബ് ചെയ്യുന്നുണ്ട്. അപ്പൊ റബ്ബ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇപ്പൊ റബ്ബ് ചെയ്യുന്ന പ്രോസസ് ആണെന്ന് വിചാരിക്കുക. റബ്ബ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് ഗ്ലാസ് റോഡാണ്. ഇതാരാണ്? ഗ്ലാസ് റോഡ്. ഇതെന്താണ്? സിൽക്ക് ക്ലോത്ത് ആണ്. ഓക്കെ, സിൽക്ക് ക്ലോത്ത് ആണ്. ഇത് റബ്ബ് ചെയ്യുമ്പോൾ ഗ്ലാസ് റോഡ് എന്താ ചെയ്യുക? ഇലക്ട്രോൺസിനെ വിട്ടുകൊടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ വിട്ടുകൊടുക്കുമ്പോൾ ഇതിന് എന്ത് ചാർജ് കിട്ടും? ഇതിന് പോസിറ്റീവ് ചാർജ് കിട്ടും. അതുപോലെ തന്നെ സിൽക്ക് എന്ത് ചെയ്യും? ആ വിട്ടുകൊടുത്ത ഇലക്ട്രോൺസിനെ എല്ലാം മേടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതിന് എന്ത് ചാർജ് കിട്ടാം? നെഗറ്റീവ് ചാർജ്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാം, ഇതിന് പ്ലസ് ക്യൂ ചാർജും ഇതിന് മൈനസ് ക്യൂ ചാർജും കിട്ടി. റബ്ബ് ചെയ്യുന്നതിന് മുമ്പ് ഇതിന്റെ ചാർജ് എന്തായിരുന്നു? അതായത് ഗ്ലാസ് റോഡിന്റെയും നമ്മുടെ സിൽക്ക് ക്ലോത്തിന്റെയും നെറ്റ് ചാർജ് എത്രയാന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഫോർ റബ്ബിങ് നെറ്റ് ചാർജ് എത്രയായിരുന്നു? ബിഫോർ റബ്ബിങ് നെറ്റ് ചാർജ് ഈസ് എന്താണ്? 0 ആണ് അല്ലെ? അത് റബ്ബ് ചെയ്യുന്നതിന് മുമ്പ് അതിന് ചാർജ് ഒന്നുമില്ല. അത് എന്താണ്? ന്യൂട്രൽ സ്റ്റേറ്റിലാണ്. അതിന് ചാർജ് ഇല്ല, ചാർജ്ഡ് അല്ല. അപ്പോ നെറ്റ് ചാർജ് എത്രയാണ്? 0 ആണ്. ഇനി ചാർജ് ചെയ്തതിന് ശേഷം ചാർജ് ചെയ്യുമ്പോൾ ആക്ച്വലി ഈ ഗ്ലാസ് റോഡ് എത്ര ഇലക്ട്രോൺ? അപ്പൊ ഗ്ലാസ് റോഡ് ഒരു 5 ഇലക്ട്രോൺ വിട്ടുകൊടുത്താൽ സിൽക്ക് 5 ഇലക്ട്രോൺ മേടിക്കും. അതായത് ഒരാൾക്ക് +5 ആണെങ്കിൽ മറ്റേയാൾക്ക് എത്രയായിരിക്കും? -5 ആയിരിക്കും. അപ്പോൾ എത്ര ഇലക്ട്രോൺ അത് വിട്ടുകൊടുത്തു അത്ര ഇലക്ട്രോൺ മറ്റേയാൾ സ്വീകരിച്ചു. അതായത് രണ്ടിലെയും കൂടി കൂട്ടി നെറ്റ് ചാർജ് എത്രയാന്ന് ചോദിച്ചാൽ എത്രയാണ്? ആഫ്റ്റർ റബ്ബിങ് നെറ്റ് ചാർജ്. നെറ്റ് ചാർജ് എന്താണ്? ഗ്ലാസ് റോഡിന് എത്രയാണ് നെറ്റ് ചാർജ്? +Q ആണ്. സിൽക്ക് ക്ലോത്തിന് എത്രയാണ്? -Q ആണ്. ആഡ് ചെയ്താൽ നമുക്ക് എന്താ കിട്ടാൻ പോകുന്നത്? 0. അതായത് ബിഫോർ റബ്ബിങ് ആൻഡ് ആഫ്റ്റർ റബ്ബിങ് ചാർജ് ഈസ് സെയിം. അറ്റ് 0 ആണ്. അപ്പോൾ സെയിം ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ചാർജ് ഈസ് കൺസേർവ്ഡ്. സോ നമുക്ക് എന്ത് പറയാം? ചാർജ് ഈസ് കൺസേർവ്ഡ് അല്ലെ? ചാർജ് കൺസേർവ്ഡ് ആണ്, അല്ലെങ്കിൽ ഇറ്റ് ഈസ് കൺസിസ്റ്റന്റ് വിത്ത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ചാർജ്. ക്ലിയർ ആയോ?